ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PreSuccess കോഡ്സ്. PreSuccess കോഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ VU എക്സാമിൻ്റെ സിലബസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ എഫിഷ്യൻ്റായിട്ട് നമുക്ക് VU എക്സാം ക്രാക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിൻ്റെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നേടിയെടുക്കാവുന്ന ഒരു ജോബാണ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അല്ലെങ്കിൽ VU എന്ന എക്സാം. PSCയുടെ പരീക്ഷാ കലണ്ടർ ഓഗസ്റ്റ് വരെയുള്ളത് ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട്. അതിലൊന്നും VU എക്സാം ഇല്ല. അപ്പോൾ നമ്മൾ സെപ്റ്റംബറിൽ എക്സാം നടക്കുമെന്നുള്ളതാണ് നമുക്ക് സേഫായിട്ട് പറയാവുന്ന ഒരു കാര്യം. മേ ബി അത് സെപ്റ്റംബർ എന്നുള്ളത് ഒക്ടോബറോ ചിലപ്പോൾ അതിനൊക്കെ ശേഷമോ ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് സെപ്റ്റംബറിൽ നടക്കുമെന്ന് നമുക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് സ്റ്റഡീസ് പ്ലാൻ ചെയ്യണം. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഏറ്റവും മിനിമം ഒരു 75 ഡേയ്സ് എങ്കിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ടെന്ന് നമുക്ക് തോന്നുന്നത്. അത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് 75 ദിവസത്തിനകത്ത് VU എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന പോയിന്റുകൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് VU എക്സാം പ്രിപ്പറേഷനിൽ അത് വളരെ ഹെൽപ്ഫുള്ളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ഗോ ത്രൂ ദ ഡീറ്റെയിൽഡ് സിലബസ്. എന്ത് ചെയ്യണം? നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ VU സിലബസിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. നിങ്ങൾക്കത് റെഫർ ചെയ്യാം. അത് റെഫർ ചെയ്തിട്ട് നിങ്ങൾ ഓരോ ടോപ്പിക്കിനകത്തും വരുന്ന ഒരുപാട് സബ് ടോപ്പിക്സ് ഒക്കെ സിലബസിനകത്തുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക. നിങ്ങൾ വേണമെങ്കിൽ ഒരു സ്ഥലത്ത് എഴുതി വയ്ക്കുക, നിങ്ങൾക്ക് ഇത്ര സിലബസുകളാണ് നമുക്ക് കവർ ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ അത് ഹെൽപ്ഫുള്ളായിരിക്കും. നിങ്ങൾ ആദ്യം തന്നെ ആ സിലബസിലൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് നോക്കി പോവുക. അപ്പോൾ തന്നെ നമുക്ക് എങ്ങനെ നമ്മൾ പഠിക്കണം എന്നുള്ള കാര്യത്തിലൊരു ഐഡിയ വരും. സെക്കൻഡ്ലി നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഈ സിലബസ് പഠിച്ച ശേഷം അതിനകത്തുള്ള ടോപ്പിക്സ് നോക്കുക. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് ഐഡൻറ്റിഫൈ യുവർ സ്ട്രോങ് ആൻഡ് വീക്ക് ഏരിയാസ്. നമ്മൾ ഏതൊക്കെ ഏരിയയിലാണ് നമ്മുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ, അതുപോലെ തന്നെ വീക്ക് ഏരിയ ഏതാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ ചിലർക്ക് മാത്സ് ഇംഗ്ലീഷൊക്കെ വളരെ എളുപ്പമായിരിക്കും. ചിലർക്ക് നേരെ തിരിച്ചാണ്. അവർക്ക് മാത്സ് ഇംഗ്ലീഷ് ചെയ്തിട്ട് വലിയ പരിചയം ഉണ്ടാവില്ല. അവർ മറ്റ് ചില വിഷയങ്ങൾ അവർക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീക്കായിട്ടുള്ള ഏരിയാസ് അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ് കണ്ടെത്തിയിട്ട് അതനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ, സ്റ്റഡി പ്ലാൻ ചെയ്യാൻ. മൂന്നാമത്തെ കാര്യം, മിനിമം ഒരു 6 hours എങ്കിലും ഒരു ഡേ പഠിക്കേണ്ടി വരും. നമുക്കൊരു 2-2.5 മാസമാണ് അല്ലെങ്കിൽ ഒരു 75 ദിവസമാണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് കുറച്ചധികം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സിലബസ് കവർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. മിനിമം ഒരു 6 hours എങ്കിലും നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കേണ്ടി വരും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മേക്ക് സ്മോൾ നോട്ട്സ് വൈൽ യു സ്റ്റഡി. അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ചെറിയ ചെറിയ നോട്ടുകളാക്കിയിട്ട് നിങ്ങൾ എഴുതുന്നൊരു ശീലം കൂടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പല രീതിയിൽ അത് ഗുണം ചെയ്യും. ഞാൻ ഏതൊക്കെയാണെന്ന് പറയാം. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുമ്പോൾ നേരത്ത് മുഴുവൻ എഴുതാനല്ല, ചെറിയ നോട്ടുകളായിട്ട് നിങ്ങൾക്ക് പിന്നീട് റെഫർ ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെ നോട്ട് എഴുതി വയ്ക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാഴ്ച നിങ്ങൾ ഈ 6 മണിക്കൂർ ഒരു ദിവസം വെച്ച് പഠിച്ചിട്ട് ആ വീക്കെൻഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുക. ഈ റിവൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്മൾ റെഫർ ചെയ്ത് വെച്ചിട്ടുള്ള നോട്ടുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ എക്സാമിൻ്റെ ടൈമിൽ നമുക്ക് പിന്നെ നിങ്ങൾ പഠിച്ച ആ മെറ്റീരിയൽ എടുത്ത് വീണ്ടും പഠിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. ജസ്റ്റ് ഈ നോട്ട്സ് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിവിഷൻ ആയിരിക്കും. നോട്ടുകൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ റിവിഷൻ ചെയ്യുക എന്നുള്ളതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വീക്കെൻഡിൽ നമ്മൾ പോർഷൻസ് അതുവരെ പഠിച്ചതെല്ലാം റിവൈസ് ചെയ്യുക. കൂടാതെ ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ വീക്കിലും എഴുതുക. മോക്ക് ടെസ്റ്റ് എഴുതുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും എക്സാം ഹോളിൽ പോയിട്ട് എക്സാം എഴുതുന്ന സമയത്തായിരിക്കും പലതും തെറ്റിപ്പോകുന്നത്. നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവും. അവർ എക്സാം ഹോളിൽ ഇരിക്കുമ്പോഴുള്ള പല മാനസികമായ പ്രശ്നങ്ങളും കാരണം നമ്മൾ പലതും തെറ്റിക്കും. അതിനു മുമ്പ് നമ്മൾ കുറച്ച് എക്സാമുകൾ എഴുതി പരിചയം വരികയാണെങ്കിൽ എക്സാം ഹോളിലെ ഈ ടെൻഷൻ കുറയ്ക്കാനും അതുവഴി നമുക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാനും പറ്റും.
വീക്ക്ലി ഒരു എക്സാമെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇനിയിപ്പോൾ മോക്ക് ടെസ്റ്റുകൾ എവിടെ കിട്ടും എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ PreSuccess കോഴ്സ് തന്നെ ഓൺലൈൻ എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ എക്സാമുകൾ PreSuccess കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. സോ വീക്ക്ലി ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും അറ്റൻഡ് ചെയ്യാം. അങ്ങനെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നെഗറ്റീവ് മാർക്ക് പരമാവധി ഒഴിവാക്കിക്കൊണ്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. അതായത് നമ്മൾ കണ്ണടച്ച് കുറേ അറ്റൻഡ് ചെയ്യും. ഈ ഒരു സ്വഭാവം നമ്മൾ എക്സാം ഹോളിലും തുടരും. സോ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, നെഗറ്റീവ് മാർക്കുകൾ ഒഴിവാക്കാനുള്ള ഒരു രീതിയിൽ തന്നെ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. ചാടി കയറിയിട്ട് ആൻസർ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ മുഴുവൻ വായിച്ച ശേഷം 4 ഓപ്ഷനും കണ്ട ശേഷം മാത്രം മോക്ക് ടെസ്റ്റുകൾ എഴുതുമ്പോൾ അറ്റൻഡ് ചെയ്യുക. ആ ഒരു സ്വഭാവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം ഹോളിലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. സോ ആ ഒരു പ്രാക്ടീസ് നിങ്ങൾ വളർത്തിയെടുക്കുക. മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, റിവിഷൻ വളരെ PSCയുടെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC എക്സാമുകൾക്ക് പഠിക്കുന്നവർക്ക് എല്ലാവർക്കും വേണ്ടത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ബൈഹാർട്ടായിട്ട് പഠിക്കുക എന്നതിന് എല്ലാ PSC പരീക്ഷകളുടെ കാര്യം പഠിച്ച കാര്യങ്ങൾ തന്നെ റിവൈസ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ ഒരു പ്രാവശ്യം പഠിച്ചത് വീണ്ടും എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ PSC വളരെ കണ്ണിങ് ആയിട്ടാണ് അവരുടെ ഓപ്ഷൻസ് കൊടുക്കുക. അതായത് ഒരു 2 ഓപ്ഷനെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, വളരെ കൺഫ്യൂസിങ് ആയിരിക്കും പല PSCയുടെ ആൻസറുകളിലും. സോ ഈ ഒരു കൺഫ്യൂഷൻ മാറിക്കിട്ടാനുള്ള ഒരേ ഒരു വഴി, നമ്മൾ ഒരു തവണ കണ്ടതുകൊണ്ട് മാത്രം അത് നമുക്ക് ആ 2 ഓപ്ഷന് അല്ലെങ്കിൽ 3 ഓപ്ഷനിൽ ഏതാണ് ശരിയെന്ന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മൾ റിവൈസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ കൃത്യമായി റിവിഷൻ ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമുക്ക് കൃത്യമായിട്ട് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരേ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റിവിഷൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. PSCയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ക്വസ്റ്റ്യനുകൾ അധികം PSC പരീക്ഷകൾക്ക് ഉണ്ടാവാറില്ല. വളരെ കുറവായിട്ടാണ് പുതിയ ക്വസ്റ്റ്യനുകൾ. അപൂർവമായ ചില എക്സാമുകൾക്കാണ് PSC അങ്ങനെ ചെയ്യാറുള്ളത്. മറ്റതൊക്കെ എന്തായിരിക്കും, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷേ PSC ചെയ്യുന്നൊരു കാര്യം, ഓപ്ഷനുകൾ വളരെ കൺഫ്യൂസിംഗ് ആയി കൊടുക്കും. സോ അങ്ങനെ കൺഫ്യൂസിംഗ് ആയി കൊടുക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് കറക്റ്റായിട്ട് ഉത്തരം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കൃത്യമായി റിവിഷൻ ചെയ്യണം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവിഷൻ ചെയ്താൽ മാത്രമേ ഈ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ബൈ ഹാർട്ട് പഠിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല. അതിന് പകരമായിട്ട് നമ്മൾ ഒരു കാര്യം വീണ്ടും പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതുപോലെ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം 6 മണിക്കൂർ വെച്ചിട്ട് 75 ദിവസം പഠിക്കുകയാണ്. നമ്മൾ തുടർച്ചയായി പഠിച്ചു പോകാതെ തന്നെ എന്ത് ചെയ്യുക, ഗ്യാപ്പ് കൊടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീക്കെൻഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതുവരെ പഠിച്ചത് റിവൈസ് ചെയ്യുക, ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ എവിടെയൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. വീണ്ടും എന്ത് ചെയ്യുക, പ്രശ്നങ്ങൾ ഒരുപാടുള്ള ടോപ്പിക്കുകളാണെങ്കിൽ എന്ത് ചെയ്യുക, ആ ടോപ്പിക്ക് വീണ്ടും എടുത്ത് റിവൈസ് ചെയ്യുക. സോ ഇത്രയും ഒരു മെയിൻ പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇനി നമ്മൾ പറഞ്ഞത്, നമ്മുടെ മുന്നിലുള്ളത് 75 ദിവസമാണ്. നമ്മൾ ഒരു ദിവസം ഒരു 6 മണിക്കൂർ നിങ്ങൾ എങ്ങനെയെങ്കിലും മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 450 മണിക്കൂർ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, നമുക്ക് കിട്ടും. ഒരു ദിവസം 6 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, 450 മണിക്കൂറുകൾ കിട്ടുന്നുണ്ട്. സോ ഈ 450 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമൊന്നുമല്ല. നമ്മൾ ഇപ്പോൾ അധിക ദിവസം ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും എന്താണ് ശരിക്കും 450 അവേഴ്സ് മണിക്കൂറുകൾ നമുക്കുണ്ട്. അപ്പോൾ ഈ 450 മണിക്കൂർ നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്തായാലും, നിങ്ങളൊരു ദിവസം ഒരൊറ്റ ടോപ്പിക്കിൽ മാത്രം എന്ത് ചെയ്യാതിരിക്കുക, കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക. ഡിഫറെൻറ്റ് ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ദിവസം തന്നെ ഡിഫറെൻറ്റ് ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുക. നിങ്ങൾ ഇപ്പോൾ സ്റ്റഡി പ്ലാൻ ചെയ്യുമ്പോൾ, നിങ്ങൾ ടൈം ടേബിൾ പ്ലാൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഒരു ദിവസം 2-3 വിഷയങ്ങൾ വരുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യം ഇംഗ്ലീഷിലെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു, ആ ദിവസം മുഴുവൻ ഇംഗ്ലീഷ് ഇരുന്ന് പഠിക്കുന്നതൊക്കെ എഫക്റ്റീവ് ആവുക എന്താണ്, ഇംഗ്ലീഷ് പഠിക്കുക, കൂടാതെ എന്ത് ചെയ്യുക, മറ്റൊരു വിഷയം എടുക്കുക. ഫോർ എക്സാമ്പിൾ ഇന്ത്യ ഫാക്ട്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് കുറച്ച് മടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റൊരു വിഷയം എടുക്കുക. അപ്പോൾ സയൻസ് എടുക്കുക. അതായത് ഒരു ബന്ധമില്ലാത്ത സബ്ജക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ബോറടി കുറച്ച് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, ആ രീതിയിൽ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന ദിവസം നിങ്ങൾ എന്തെടുക്കുക, കേരള ഫാക്ട്സ് എടുക്കുക, അതിൻ്റെ ഒപ്പം മലയാളം പഠിക്കുക. നിങ്ങൾ ഒരു ദിവസം എന്ത് ചെയ്യുക, 2-3 ടോപ്പിക്കുകൾ എടുത്ത ശേഷം അത് പഠിക്കുന്നതായിരിക്കും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും എഫിഷ്യൻ്റായിട്ട് നമുക്ക് ഈ ഒരു
450 മണിക്കൂറുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക, ഡോ നോട്ട് സാക്രിഫൈസ് യുവർ സ്ലീപ്പ് ഫോർ സ്റ്റഡിങ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ വല്ലാത്ത ടെൻഷൻ അടിച്ചിട്ട് നിങ്ങളുടെ ഉറക്കമൊന്നും കളയാതിരിക്കുക. കാരണം നിങ്ങൾ കൂടുതൽ നന്നായി ഉറങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങളുടെ ബ്രെയിനിന് എന്ത് ചെയ്യാൻ പറ്റും, അത് ബാധിക്കും. ചിലപ്പോൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കാനും അതുപോലെ തന്നെ വീണ്ടും അത് റീക്രിയേറ്റ് ചെയ്യാനും നമുക്ക് വീണ്ടും ഓർത്തെടുക്കാനൊക്കെ നന്നായി ഉറങ്ങി ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. സോ നിങ്ങൾ പഠിക്കുന്നതിനൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് കൂടി, ഉറക്കം പോലുള്ള കാര്യങ്ങൾക്ക് കൂടി സമയം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. 450 മണിക്കൂറുകൾ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് സ്ട്രാറ്റജി. ഒരു ദിവസം തന്നെ ഒന്നിലേറെ വിഷയങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് അത് പഠിക്കുക. ഈ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞത് ആദ്യം ചെയ്യേണ്ടത് എന്താണ്, കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ നമ്മൾ തന്നിട്ടുണ്ട്. ആ ഡീറ്റെയിൽഡ് സിലബസ് നിങ്ങൾ എന്ത് ചെയ്യുക, അത് വെച്ചിട്ട് ചെയ്യുക. നമ്മൾ സിലബസ് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. നിങ്ങളുടെ വീക്കും സ്ട്രോങ്ങുമായിട്ടുള്ള ഏരിയാസ് കണ്ടെത്തുക. നിങ്ങൾ വീക്കായിട്ടുള്ള ഏരിയകൾ കൂടുതൽ സമയം കണ്ടെത്തിക്കൊണ്ട് മിനിമം ഒരു 6 ഹവറെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, 6 ഹവേഴ്സ് നിങ്ങൾ പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, ചെറിയ നോട്ടുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ആവശ്യം വരുമ്പോൾ റിവൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വീക്കെൻഡുകളിൽ മിനിമം ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും അറ്റൻഡ് ചെയ്യുക. ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നത് 2-3 കാര്യങ്ങൾ അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഓർമ്മ ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ എക്സാം ഹോളിൽ നമുക്കുണ്ടാകുന്ന ഒരു ടെൻഷൻ കുറയ്ക്കാനും എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നതോടെ സാധിക്കും. ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെയുള്ള ഗുണങ്ങൾ. പിന്നെ നിങ്ങൾ ഒരു കാര്യം ബൈഹാർട്ടായിട്ട് പഠിക്കാതെ തന്നെ വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഗുണം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ബൈഹാർട്ടായിട്ട് കുത്തിയിരുന്ന് പഠിക്കുന്നതിന് പകരം പഠിച്ച കാര്യങ്ങൾ ഫ്രീക്വൻ്റ്ലി നമ്മൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാൻ പറ്റും. അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഏകദേശം ഒരു 75 ദിവസം എക്സാമിന് പഠിക്കാൻ വേണ്ടി ഉണ്ടാവും. അപ്പോൾ ഓരോ ദിവസവും എന്ത് ചെയ്യുക, ഡിഫറെൻറ്റ് ടോപ്പിക്സ്, നമുക്ക് ബോറടിക്കാത്ത രീതിയിൽ ഡിഫറെൻറ്റ് ടോപ്പിക്സും എല്ലാ ദിവസവും കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ പഠിത്തം എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ സ്ലീപ്പെല്ലാം സാക്രിഫൈസ് ചെയ്യാതെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത്രയുമാണ് ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും പഠിക്കുന്ന VO എക്സാമിന്, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്നുള്ള പരീക്ഷയ്ക്ക് പഠിക്കുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അതുപോലെ നമ്മുടെ VO അതുപോലെ തന്നെ LDC എക്സാമുകൾക്കുള്ള ഓൺലൈൻ കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. സോ അതിനെക്കുറിച്ച് അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.